പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ. നടുമുറ്റത്ത് ശ്രീകോവിലുള്ള ഒരു അപൂർവ ക്ഷേത്രം. ശ്രീകോവിലിൽ പ്രതിഷ്ഠയ്ക്ക് താഴെ 12 പകരം 144 സാലഗ്രാമങ്ങൾ ഉള്ളത് അപൂർവങ്ങളിൽ അപൂർവം. ശ്രീകോവിലിൽ ഈ വാമം പാദം പ്രസാര്യ എന്ന് തുടങ്ങുന്ന ധ്യാനത്തിലിരിക്കുന്ന വിഷ്ണു പൂർണ്ണത്രൈശൻ. പൂർണ്ണത്രൈശൻ കണ്ണ് തുറന്നിരിക്കുന്ന വിഗ്രഹം സന്താനഗോപാലമൂർത്തി, സന്തതി ലാഭത്തിന് ഉത്തമം. പുലിയന്നൂർ ഇല്ലക്കാർക്ക് തന്ത്രം. അതേ പീഠത്തിൽ കൂട്ടത്തിൽ തന്നെ ഐശ്വര്യപ്രദയായ പഴയന്നൂർ ഭഗവതി, ലക്ഷ്മീനാരായണ സങ്കല്പം, വിവാഹത്തിന് ഉത്തമം. ഭഗവതിയുടെ തന്ത്രം കുന്നത്ത് പടിഞ്ഞാറേടത്ത് പട്ടതിരിക്ക്. നാലുകെട്ടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിൽ അന്നദായകിയായ ചോറ്റാനിക്കര ഭഗവതി. ചേന്നാസ് മനക്കാർക്ക് തന്ത്രം. കൂട്ടത്തിൽ കുടുംബരക്ഷകനായ കിരാതമൂർത്തി. ചേന്നാസ് മനക്കാർക്ക് തന്ത്രം. ഉമാമഹേശ്വരനായ തിരുവഞ്ചിക്കുളത്തപ്പൻ നാലുകെട്ടിന്റെ പ്രാഗ്ദിശയിൽ. മംഗല്യപ്രധാനമായ പ്രതിഷ്ഠ. ദുരിതങ്ങൾ അകറ്റുവാൻ അഘോരമന്ത്രവും രോഗങ്ങൾക്ക് ധാരയും പ്രധാനം. കുന്നത്ത് പടിഞ്ഞാറേടത്ത് ഭട്ടതിരിക്ക് തന്ത്രം. നാലുകെട്ടിന്റെ തെക്കുകിഴക്കേ മൂലയിൽ അഗ്നികോണിൽ പള്ളിത്തേവാരം. അവിടെ അതിവിശിഷ്ടമായ പഞ്ചവൃന്ദാവനം, വരാഹം, നരസിംഹം, ഹനുമാൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ. ഇത് വേറെ ശൃംഗേരിയിലും ഉടുപ്പിയിലും മാത്രം. ഹിൽ പാലസിൽ നിന്നും വന്ന ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കാര്യസിദ്ധിക്ക് ഉത്തമം. കാമാക്ഷി വിഗ്രഹം. വിവാഹം നടക്കാൻ കുങ്കുമാർച്ചന പ്രധാനം. പതഞ്ജലി മഹർഷിയും വിദ്യാരാജഗോപാലസ്വാമിയും വിദ്യാഭ്യാസത്തിന് വിശേഷം എന്നിവ പ്രത്യേകതകൾ. അഭീഷ്ടസിദ്ധിക്ക് സത്യനാരായണ പൂജ പള്ളിത്തേവാരത്തിൽ നടത്തുന്നു. നാലുകെട്ടിന്റെ തെക്ക് പടിഞ്ഞാർ നിരുത്തിക്കോണിൽ ഇരിങ്ങാലക്കുട തേവരായ സംഗമേശൻ. ഉദരോഗങ്ങൾക്ക് വഴുതിനങ്ങ നിവേദ്യം പ്രധാനം. തരണനല്ലൂർ മനക്കാർക്ക് തന്ത്രം. ശ്രീകോവിലിന്റെ കന്നിമൂലയിൽ സർവവിഘ്നഹരനായ ഗണപതി. പുറത്ത് നടപ്പുരയിൽ അതിവിശിഷ്ടമായ 3 നവാണ്ടത്തോട് കൂടിയ കൊത്തുപണി. അതിൽ നവഗ്രഹങ്ങളുടെ കൊത്തുപണിയുള്ള ഒരു നവാണ്ടം. കുളക്കടവിന് പടിഞ്ഞാർ ശക്തൻ തമ്പുരാൻ കോവിലകത്തുനിന്നും കൊണ്ടുവന്ന 3 ഭഗവതിമാരുടെ കണ്ണാടി ബിംബങ്ങൾ. നെയ്തലക്കാവ് ഭഗവതി, പഴയന്നൂർ ഭഗവതി, പാറമേക്കാവ് ഭഗവതി എന്നിവർ.